ഞാൻ ഡൽഹിയിൽ നിന്ന് കഴിച്ചിട്ടുള്ള ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിൽ ഒന്നാണ് ഇന്ന്. ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റിൽ ആ ഒരു ലേ ലഡാക്കിലോട്ടൊക്കെയുള്ള യാത്ര ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ചില സമയങ്ങളിൽ ചെറിയ പൈസക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് ടിക്കറ്റ് കിട്ടും. ലാൻഡിങ്ങിൽ കുറച്ച് ടെൻഷൻ അടിച്ചെങ്കിലും സേഫ് ആയിട്ട് സ്വപ്നഭൂമിയായിട്ടുള്ള ലഡാക്കിലോട്ടൊക്കെ നമ്മൾ ലാൻഡ് ആയി. അപ്പം നമ്മൾ ഇന്നലെ ഡൽഹിയിൽ സ്റ്റേ ചെയ്തത് റാഡിസൺ ബ്ലൂ. രാവിലെ തന്നെ എണീറ്റ് നമ്മൾ ആനയിച്ചു കൊണ്ടുപോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് അടക്കം നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഫുഡും ഇവിടെ റെഡിയാണ്. എല്ലാം കൂടി ചുറ്റിയടിച്ച് തിന്നാൻ സമയമില്ലാത്തത് കൊണ്ട് കുറച്ച് ഫുഡ് മാത്രമേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനെ കഴിച്ചിട്ടുള്ളൂ. ഉപ്മാവും ആലു പൊറോട്ടയും ഇഡ്ലിയും ഒരു മസാല ഓംപ്ലേറ്റും ശേഷം ചീസും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അസല് കോഫി കൂടി കുടിക്കുമ്പോഴേക്കും ഫ്ലൈറ്റിന് പോകാനുള്ള സമയം അങ്ങോട്ട് അതിക്രമിച്ചിട്ടുണ്ട്. എയർപോർട്ടിന് തൊട്ടടുത്തായത് കൊണ്ടാണ് നമ്മൾ റാഡിസൺ ബ്ലൂ എടുത്തത്. നിങ്ങൾ ഫ്ലൈറ്റ് ഒക്കെ എടുത്ത് വരികയാണെങ്കിൽ ഡിജി ലോക്കർ എടുക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നമ്മൾ ലഡാക്കിലോട്ടുള്ള യാത്ര തുടങ്ങുന്നത് ഇൻഡിഗോയിൽ നിന്നാണ്. ഇൻഡിഗോയിൽ ഫുഡ് ഇല്ലാത്തത് കൊണ്ട് ആശാൻ ആദ്യം ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കിറ്റ് അങ്ങോട്ട് പൊട്ടിച്ചപ്പോൾ പെപ്പർ കേശും ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ബാറും ജ്യൂസൊക്കെ ആണ് അതിലുള്ളത്. നമ്മൾ ആശാനാണെങ്കിൽ ചിക്കൻ ജംഗിൾ സാൻഡ്വിച്ച് ആണ് വാങ്ങിയത്. എന്തായാലും മൂപ്പര് ഒരു പീസ് സാൻഡ്വിച്ച് കൂടി ഞാൻ എടുത്ത് കഴിച്ചിട്ടുണ്ട്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഫ്ലൈറ്റിന്റെ വിൻഡോ എന്ന് കണ്ട കാഴ്ച അത് നമുക്ക് ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയായിരിക്കും. പറ്റുമെങ്കിൽ ഫ്ലൈറ്റിൽ നിങ്ങൾ വരികയാണെങ്കിൽ വിൻഡോ സീറ്റ് മസ്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിൻഡോ സീറ്റും കിട്ടും. അപ്പോഴേക്കും ലാൻഡിങ്ങിന്റെ സമയമായെന്ന് പറയുമ്പോഴേക്കും കുലുങ്ങിയാണ് ഫ്ലൈറ്റ് താഴോട്ടേക്ക് ഇറങ്ങി. എയർപോർട്ട് നല്ലൊരു അടിപൊളി സ്ഥലത്താണുള്ളത്, പക്ഷെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ അനുവാദമില്ല. ഇനി അങ്ങോട്ട് ലേ ലഡാക്കിലുള്ള മുഴുവൻ യാത്രയും ഈ ഒരു വണ്ടിയിലാണ്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ.